ഓക്കെ. സുമയ്യ, സുമയ്യയുടെ സ്ഥാപനം എങ്ങനെയുണ്ട്? സ്ഥാപനമായിട്ടില്ല, സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ കസ്റ്റമേഴ്സിനോടൊക്കെ നമ്മുടെ ക്ലയന്റിനോട് കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അങ്ങനെ സംസാരിക്കുന്നതിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതായത് അവര് കംഫർട്ടബിൾ ആകുമ്പോ, ഫാഷൻ ഡിസൈനർ ആണല്ലോ, കംഫർട്ടബിൾ ആകുമ്പോ ഇവർ ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവർ ആഗ്രഹിച്ച മോഡലുകളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങും. അപ്പൊ ഒരു ക്ലാരിറ്റി അതിൽ വരത്തില്ല. നമ്മൾ വല്ലാണ്ട് കംഫർട്ടബിൾ ആക്കാൻ നോക്കാതിരിക്കാന്നല്ലേ, കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് എപ്പോഴും. ജോലി സംബന്ധമായിട്ട് എനിക്ക് അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ എപ്പോഴും ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന നമുക്കൊരു വാല്യൂ കിട്ടണമെങ്കിൽ, അതായത് നമ്മള് അവരെ സംബന്ധിച്ച് ഞാനൊരു ഡിസൈനറാണ്, അപ്പൊ ഡിസൈനർ എന്നുള്ള രീതിയിൽ ഒരു വാലിഡേഷൻ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ജോലി സംബന്ധമായിട്ട് വരുമ്പോ ഏറ്റവും കുറച്ച് സംസാരിക്കുകയാണ് നല്ലത്. ഓവറായിട്ട് സംസാരിച്ചിട്ട് കുറെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ വളരെ കുറച്ച് സംസാരിക്കാൻ വേണ്ടി അത് ഞാൻ ഇടയ്ക്ക് ഒരു കുറച്ച് ഡിപ്രഷനിലൂടെ കടന്നു പോണ സമയത്ത് ഒക്കെ ഇതായിട്ട് അങ്ങനെ വന്നതാ. അപ്പൊ ആ സമയത്ത് എനിക്ക് അറിയുന്ന ആളുകളുടെ അടുത്തൊന്നും സംസാരിക്കണ്ട, അറിയാത്ത ആളുകളുടെ അടുത്ത് സംസാരിക്കാൻ എനിക്ക് അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് സംസാരിക്കാതിരിക്കാനും പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കണം. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആളുകളുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ട് അങ്ങനെ സംസാരിച്ച വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. പക്ഷെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഇതുപോലെ അതിൽ ഒരു ചേട്ടൻ എനിക്ക് ഈ മുറിപ്പാട്ട് പാടുന്നവരെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തരാൻ തുടങ്ങി. അപ്പൊ 2-3 വീഡിയോസ് ഇതുപോലെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് പാട്ട് പാടി തന്നോ എന്ന് ചോദിച്ചു. പിന്നല്ലാണ്ട് നീ എന്തൊക്കെ കഥകൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേറ്റ് അന്നത്തെ ഇത് കേൾക്കുമ്പോഴുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല അപ്പൊ ഇത് പറഞ്ഞതും പാട്ട് പാടി കൊടുത്തു. അപ്പൊ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇയാൾക്കൊക്കെ ഞാൻ എന്തിനു പാട്ട് പാടി കൊടുത്തു അല്ലെ, അത്രയും നമ്മുടെ കാര്യങ്ങളൊക്കെ അതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ പുള്ളി പറയുമ്പോഴാണ് അപ്പൊ ഒരു ചളിപ്പ് തോന്നണ്ട. നന്നായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.